കുറച്ച് മട്ടൻ കേട്ടിട്ടുണ്ട്. നമുക്കിന്ന് അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിന് തന്നെ മട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു കുക്കറിലോട്ട് വാരിയിടാം. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോയോളം ഉണ്ട് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇത് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 4-5 വിസിൽ വേണേ. വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി 3 ഇടത്തരം ടൈപ്പ് സവാള ഇട്ട് കൊടുക്കാം. 3 എണ്ണം വേണേ. പെട്ടെന്ന് വഴരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളൊരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അരച്ചത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുമ്പേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് മട്ടൻ്റെ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല കുഴ ഇരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്ത് വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം കുരുമുളക് പൊടി ഇടാൻ മറക്കല്ലേ. കറി നല്ലതാ കുഴ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.